കൊല്ലം പുനലൂരിൽ കാലിൽ ചങ്ങലയിട്ട് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. തെങ്കാശി, ചെങ്കോട്ട, തിരുനെൽവേലി ഭാഗങ്ങളിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘം. വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, വളരെ ഒരു അപൂർവതയുള്ള സംഭവം, ഒരു ദുരൂഹത ഉണർത്തുന്ന സംഭവമൊക്കെ ആയിരുന്നു ഈ കാലിൽ ചങ്ങലയിട്ട് ഒരു മൃതദേഹത്തെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ. അതിനകത്ത് പോലീസിന് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഷമീർ? ലക്ഷ്മി പത്മ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആളുകേറ മല എന്ന പുനലൂരിലെ ഒരു വിജനമായ പ്രദേശമാണ്, മനുഷ്യവാസമില്ലാത്തൊരു മേഖലയാണ്. ഈ മേഖലയിലാണ് ഇത്തരത്തിൽ വികലാംഗനായ ഒരാളുടെ 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിൽ മരത്തിൽ ചങ്ങല ബന്ധിച്ചിരുന്നു. തുടർന്ന് തൊട്ടടുത്ത് കന്നാസും അതുപോലെ തീപ്പെട്ടിയും പെട്രോളിൻ്റെ അംശവും കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും മൃതദേഹത്തിന് ഏതാണ്ട് 2 ആഴ്ച കാലപ്പഴക്കമുണ്ടായിരുന്നു. ഈ മൃതദേഹത്തിൻ്റെ നെഞ്ചിലും വാരിയലിലും തുടയിലും കാലിലുമെല്ലാം കുത്തേറ്റ പാടുകളുണ്ട്. മൃഗീയമായി പരിക്കേൽപ്പിച്ച ശേഷമാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വികലാംഗരായിട്ടുള്ള ആളുകളുടെ മിസ്സിംഗ് കേസുകൾ പോലീസ് വയർലെസ് സന്ദേശത്തിലൂടെ ചോദിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഒന്നും തന്നെ സംസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമായിട്ടില്ല. പുനലൂർ എന്തായാലും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 6 അംഗ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ചെങ്കോട്ട, അതുപോലെ തിരുനെൽവേലി, തെങ്കാശി തുടങ്ങിയ ഇടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഉണ്ടോ എന്ന് ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പഴുതുകളും അടച്ചൊരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ റൂറൽ SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റൂറൽ SPയുടെ നേതൃത്വത്തിൽ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു യോഗം നടന്നിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോഴും പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ആളിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും വികലാംഗനായ ഒരാളിനെ മലയുടെ മുകളിലേക്ക് എത്തിച്ച ശേഷം കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അതും ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ആണ് ഇയാളെ കൊണ്ടുപോയിരിക്കുന്നതെന്നും പോലീസ് കണക്കാക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇത്തരം ഒരു കൃത്യത്തിന് ഒരിക്കലും ഈ മരണപ്പെട്ടയാൾ അവിടേക്ക് വരില്ല. പിന്നെ മറ്റൊരു സംശയം നമ്മൾ ചോദിച്ചപ്പോൾ, അതായത് ഈ കൊന്ന ശേഷം അവിടെ കൊണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണോ എന്നൊരു സംശയം പോലീസിനോട് ആരാഞ്ഞു. പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. ഇത് ജീവനോടെ വന്നയാളെ അവിടെ വെച്ച് ചങ്ങലയിൽ ബന്ധിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ചു, കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും ആ പ്രദേശത്തെ കോൾ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നു. കഴിഞ്ഞ 1 മാസ കാലയളവിൽ ഈ സംഭവം നടന്ന പ്രദേശത്തെ അപരിചിതമായ നമ്പറുകൾ, അത് എല്ലാ സർവീസ് പ്രൊവൈഡറുകൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരം വിവരങ്ങൾ നൽകാൻ. പക്ഷേ ആ വിവരങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ അതിൻ്റെതായ കാലതാമസം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നുണ്ട്. നിലവിൽ 6 അംഗ അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേരളത്തിലുടനീളം ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. ലക്ഷ്മി പത്മ.